മഴവിൽ മനോരമയിൽ വർഷങ്ങൾക്ക് മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോയായ വെറുതെയല്ല ഭാര്യയിൽ കുടുംബസമേതം മത്സരിക്കാൻ എത്തിയിരുന്നു മഞ്ജു പത്രോസ്. നൃത്തവും അഭിനയവും തുടങ്ങി എല്ലാ കഴിവുകളുമുള്ള നിഷ്കളങ്കയായ വീട്ടമ്മ എന്ന ടാഗാണ് മഞ്ജുവിന് വെറുതെയല്ല ഭാര്യയിലൂടെ ലഭിച്ചത്. റിയാലിറ്റി ഷോ അവസാനിച്ച ശേഷം തലവര മാറിയ മത്സരാർത്ഥികളിൽ ഒരാളും മഞ്ജു തന്നെയായിരുന്നു. സിനിമയിൽ നിരവധി അവസരങ്ങൾ താരത്തിന് ലഭിച്ചു. 2013 മുതൽ മഞ്ജുവിന് നിരവധി സിനിമകളിൽ അഭിനയിച്ചു. സിനിമയിൽ മാത്രമല്ല, ടെലിവിഷൻ പരമ്പരകളിലും പ്രോഗ്രാമുകളിലുമെല്ലാം സജീവമായി. എന്നാൽ 2020 ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസൺ 2 മത്സരാർത്ഥിയായും താരമെത്തി. ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷമാണ് മഞ്ജുവിനെ മലയാളി പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത്. മാത്രവുമല്ല, ഗെയിം ഷോയിലെ പ്രകടനം ചെറിയ രീതിയിൽ മഞ്ജുവിന് പ്രേക്ഷകർക്കിടയിലുണ്ടായിരുന്ന ഇമേജിനെ നെഗറ്റീവായും ബാധിച്ചു. ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന റിയാലിറ്റി ഷോ കൂടിയാണ് ബിഗ് ബോസ്. ഇപ്പോഴിതാ താൻ എത്ര രൂപയാണ് പ്രതിഫലം വാങ്ങിയിരുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഞ്ജു. ബിഗ് ബോസിൽ നിന്ന് വന്ന ശേഷം ലക്ഷപ്രഭു ആയോ എന്ന മീഡിയയുടെ ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് തൻ്റെ പ്രതിഫലം നടി വെളിപ്പെടുത്തിയത്. ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ തുക കൊണ്ടാണ് താൻ വീട് വാങ്ങിയതെന്നും താരം വ്യക്തമാക്കി. ഞാൻ എത്രയാണ് പ്രതിഫലം വാങ്ങിയിരുന്നതെന്ന് പറയണോ? അതൊക്കെ ഭയങ്കര മോശമല്ലേ. ദിവസം എനിക്ക് 45,000 രൂപയാണ് പ്രതിഫലമായി കിട്ടിയത്. അന്ന് ഡെയിലി പേയ്മെൻ്റ് ആയിരുന്നു. ലക്ഷപ്രഭു പോയിട്ട് ഒരു പ്രഭുവും ഞാൻ ആയില്ല. അവിടെ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ചാണ് ഞാൻ വീട് വെച്ചത്, അല്ലാതെ പ്രഭുവൊന്നും ആയില്ല. 50 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നു. 50-ാം ദിവസമാണ് പുറത്തായത്. ആ സമയത്ത് മഞ്ജു പത്രോസിന് ദിവസം 1,00,000 രൂപയാണ് പ്രതിഫലം എന്നൊക്കെ ഓൺലൈൻ മീഡിയകൾ ഇടുന്നത് കണ്ടിരുന്നു. അത്തരത്തിൽ ഓൺലൈൻ മീഡിയ ഇടുന്ന ന്യൂസുകൾ എല്ലാമൊന്നും സത്യമല്ല. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത് എന്നാണ് മഞ്ജു ചോദിക്കുന്നത്. 45,000 രൂപയാണ് മഞ്ജു ഒരു ദിവസം വാങ്ങിയതെങ്കിൽ 50 ദിവസം കൊണ്ട് 22 ലക്ഷത്തിന് മുകളിൽ നടി സമ്പാദിച്ചു കാണും. ഒരു സമയം വരെ കഴുത്തൊപ്പം കടത്തിലായിരുന്നു മഞ്ജു പത്രോസിൻ്റെ ജീവിതം. പിന്നീട് മഞ്ജു തന്നെയാണ് കടമെല്ലാം വീട്ടി കുടുംബത്തെ രക്ഷിച്ചു കൊണ്ടുവന്നത്. കയ്യിലൊട്ടും പണമില്ലാതായപ്പോൾ വൃക്ക വിൽക്കാൻ പോലും ശ്രമിച്ചതായി മഞ്ജു തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തി. പൈസയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വിവാഹശേഷമുള്ള ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പവുമല്ല. നമുക്ക് ബഹുമാനം വേണം, സ്നേഹം വേണം, എല്ലാം വേണം. പക്ഷേ ഏറ്റവും വേണ്ടത് പൈസ തന്നെയാണ്. പൈസയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കിഡ്നി വിൽക്കാൻ വരെ പോയ ഒരാളാണ് ഞാൻ. ജീവിക്കണ്ട എന്ന് വരെ തോന്നി. പക്ഷേ നമ്മുടെ മകൻ, അമ്മച്ചി, പപ്പ ഇവരൊക്കെ ഓർത്ത് നമ്മൾ പിടിച്ചു നിൽക്കും.